രാഹുൽ ഒരാളെ അറിയില്ലെങ്കിൽ അയാളെ അറിയില്ല എന്ന് പറയുക. ആരാണ് അവൾ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഒരാളെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതേ പറയേണ്ടതുള്ളൂ. രാഹുൽ ആയാലും ഞാനായാലും അവളെന്ന് പ്രയോഗിച്ച് ഒരു ചാനൽ നൽകിയ അല്ലല്ല ഇന്ന് രാവിലെ ആദ്യമായി അല്ലെ എല്ലാ വെർബാറ്റവും കൊണ്ട് വരുന്ന രാഹുലെ ഒരു സെക്കൻഡ് ഇന്ന് രാവിലെ ഒരു സെക്കൻഡ് എല്ലാ വെർബാറ്റവുമായിട്ട് വന്നിരിക്കുന്ന രാഹുലിനോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ന് രാവിലെ ഒരു ചാനലിന് നൽകിയ ആദ്യത്തെ അഭിമുഖമുണ്ടല്ലോ, അതിൽ അവൾ എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ കേൾക്കാതെ പോയോ? അല്ലല്ല മലയാളത്തിൽ അവൾ എന്ന് തന്നെ പറഞ്ഞു. രാഹുലെ അല്ലല്ല ഒരു സെക്കൻഡ് രാഹുൽ ഇത് വിടില്ല. ഇല്ലല്ല ഇത് വിടില്ല രാഹുൽ, ഇത് വിടില്ല. അത് അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അവൾ എന്ന് പറഞ്ഞു. ആ വെർബാറ്റം എന്റെ കയ്യിലുണ്ട്. ഒന്ന്. രണ്ട്, അൺനോൺ എൻറ്റിറ്റി എന്ന് കേരളത്തിലെ ഒരു സെക്കൻഡ് സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനെ, ഉപാധ്യക്ഷയെ, സർക്കാർ അടൂരിനെ വിളിച്ചതുപോലെ തന്നെ കോൺക്ലേവിലേക്ക് ക്ഷണിച്ച അതിഥിയെ അൺനോൺ എൻറ്റിറ്റി എന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന് എങ്ങനെയാണ് അടൂർ പറയുക? അങ്ങനെയെങ്കിൽ ഇയാളുടെ തലയിൽ എത്ര പറഞ്ഞാലും വെളിച്ചം കയറില്ല എന്നാണ്. അല്ല, ഞാൻ എന്റെ മറുപടി ഒരു ചോദ്യ രൂപേണ കൂടെ ചോദിക്കാം. ഒരു മറുപടി പറഞ്ഞോട്ടെ. ശ്രീജിത്ത് റഞ്ജി കേട്ട് കാണുമല്ലോ. മുകേഷ് ഏട്ടൻ പറഞ്ഞ എന്താ? നമ്മുടെ CPM-ന്റെ MLA ആയ മുകേഷ് സാർ പറഞ്ഞ എന്താ? അല്ലെങ്കിൽ വാസവ മന്ത്രി പറഞ്ഞ എന്താ? ഒരാൾ പറയുന്ന കാര്യത്തെ നമ്മൾ അതിന്റെ സ്പിരിറ്റിൽ മനസ്സിലാക്കാതെ സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും അടർത്തി മാറ്റി പുഷ്പവതിയെ പറ്റി പറഞ്ഞ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു രാഹുലിനോട്. അതിനുള്ള മറുപടി രാഹുൽ മുകേഷിന്റെ മറയിലേക്ക് പോകണ്ട. അല്ലല്ല, നേരെ ഇപ്പോ സ്വന്തം വാദത്തെ ഒരു പിൻബലമായിട്ട് ഇപ്പോ അങ്ങ് മുകേഷിന്റെ മറ പറ്റണ്ട. എന്റെ ചോദ്യം അങ്ങയോട് നേരിട്ടുള്ളതാണ്. അൺനോൺ എൻറ്റിറ്റി എന്ന് കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാനെ പറ്റി ഈ ഒരു സെക്കൻഡ് ഈ പറയുന്ന അടൂർ പറയാൻ പാടുള്ളതാണോ? നേരിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അതിനൊരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കണ്ടേ? അല്ലാതെ ഇന്നലെ കൊടുക്കാമായിരുന്നു. ഇന്നില്ല. ഇന്ന് ആനുകൂല്യമില്ല. ഇന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരാരാണ്. നാളെ മഹാത്മായ്യങ്കാളി അറിയില്ല എന്ന് പറയുവോ? നാളെ BR അംബേദ്കറിനെ അറിയില്ല പറയുവോ? നാളെ ബിജുവിനെ അറിയില്ല. നമ്മുടെ പൊതു പൈതൃകമാണ്. മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ പൊതു പൈതൃകമാണ്. സാധ്യമല്ല. ഇത് താങ്കൾക്ക് അങ്ങനെ തോന്നാത്തത്. ഇത് കാരണം പാർശ്വവൽക്കരിക്ക ജനതയിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ട്, വളരെ കൃത്യമായിട്ട് SC ST മനുഷ്യർക്ക് ഗ്രാന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഇത്രയും പരസ്യമായ വേദിയിൽ ഈ ഗ്രാന്റ് കൊടുക്കുന്ന കഴിഞ്ഞ തവണ ജാതി ആരോപണം വന്നപ്പോഴും CPM അദ്ദേഹത്തെ ഔദ്യോഗികമായി പ്രതിനിധിച്ചു. ഒരു വരി മാത്രം. കഴിഞ്ഞ തവണ ജാതീയമായ ആരോപണം വന്നപ്പോഴും ദേശാഭിമാനിയുടെ വേദിയിൽ പൊതുവായി CPM അദ്ദേഹത്തെ പ്രതിരോധിച്ചു എന്ന് കൂടെ മറക്കണ്ട. പാർട്ടി പറയുകയല്ല. ഇതിന്റെ പ്രശ്നം ഇല്ലാത്ത വിഷയങ്ങളെ നമ്മൾ ഉണ്ടാക്കരുത്. CPM പോലൊരു പാർട്ടി പോലും ദേശാഭിമാനിയുടെ വേദിയിൽ വെച്ച് അടൂർ സാറിനെ മറക്കരുത്.